അപ്പോൾ നമുക്ക് ബേബിക്കുള്ള ഒരു ഹെൽത്തി ലഞ്ച് തയ്യാറാക്കിയാലോ? അപ്പോൾ ഇതാണ് ആ റൈസ്. ബസ്മതി റൈസിനെ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിലേക്ക് കുറച്ച് കുനുകുനാന്നരിഞ്ഞ ഗാർലിക് ഇട്ടു. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിക്കോ. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള അതുകൂടി ഞാൻ കുനുകുനാന്നരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് 2 നേരം കഴിക്കാനുള്ള പാകത്തിനെ ഞാൻ എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് എല്ലാം കുറച്ച് മാത്രം ഇടുന്നത്. അപ്പോൾ സവാള ഒന്ന് നന്നായിട്ട് വഴണ്ടു വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യണം. ഞാനിവിടെ ബീൻസാണ് എടുത്തത്. ബീൻസും തക്കാളിയുമാണ് ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും ബേബിക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും ഇതിലേക്ക് ഇടാം. ഞാനിപ്പോൾ ബീൻസും തക്കാളിയുമാണ് ഇടാൻ പോകുന്നത്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതും നന്നായിട്ട് അതിലേക്ക് ഇട്ട് വഴണ്ടോട്ടെ. ഇതിലേക്ക് ഞാൻ ഒരു പട്ട, ഒരു ഗ്രാമ്പൂ, പിന്നെ ഇച്ചിരി നമ്മളുടെ ജീരകവും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം ഗരം മസാലയാണ് ഇട്ടത്. അത് ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇട്ടത്. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു. എന്നിട്ട് നമുക്ക് ഉപ്പ്, സാധാരണ ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ് നമുക്ക് നോക്കിയിട്ട് അതിലേക്ക് ഇടാം. ഞാൻ 1/4 ഗ്ലാസ് അരിയാണ്, ഇവിടെ ബസ്മതി റൈസാണ് ഞാൻ എടുത്തത്, ബിരിയാണി റൈസല്ല, ബസ്മതി റൈസ് ഞാൻ അതിലേക്ക് ഇട്ടു. എന്നിട്ട് വീണ്ടും ഒരു 1/4 ടീസ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്തു. നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഓൾറെഡി നെയ്യുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇടാം. ഇനി ലാസ്റ്റ് നമ്മുടെ മല്ലിയില അതിലേക്ക് തൂവിക്കൊടുത്തു. ഇനി നമ്മുടെ കുക്കർ അടച്ചു വെക്കാം. ഒരു 2-3 വിസിൽ ആവശ്യം വരും, കാരണം റൈസ് കുറവായതുകൊണ്ട്. അപ്പോൾ നമ്മളുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. നന്നായിട്ട് കുഴഞ്ഞുള്ള പരുവത്തിലാണ് ഞാൻ ആക്കിയെടുത്തത്. അപ്പോൾ കുട്ടിക്ക് വേഗം നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.